സെവൻ സീറ്റർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർ ബ്രാൻഡാണ് ടൊയോട്ട. ഇന്നോവ ക്രിസ്റ്റ ആയിക്കൊള്ളട്ടെ, ഹൈക്രോസ് ആയിക്കൊള്ളട്ടെ, ഇവൻ 50 ലക്ഷം രൂപ വിലയുള്ള ടൊയോട്ട ഫോർച്യൂണർ ആയിക്കൊള്ളട്ടെ, ഇവയെല്ലാം ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെവൻ സീറ്ററുകളാണ്. എന്നാൽ ടൊയോട്ടയുടെ ഒരു സെവൻ സീറ്റർ മാത്രം ബഡ്ജറ്റ് കാറ്റഗറിയിൽ വിൽപ്പന നടത്തിയിട്ടും ടൊയോട്ട 50 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തുന്ന കാറിന്റെ നമ്പറിന്റെ അത്ര പോലും വിൽപ്പന നടക്കുന്നില്ല. യെസ്, ടൊയോട്ട റൂമിയോണിനെ കുറിച്ചാണ് ഈ വീഡിയോ. എന്തുകൊണ്ടാണ് ടൊയോട്ട കരുതിയ സക്സസ് ഈ വാഹനത്തിന് ലഭിക്കാത്തത്, എന്താണ് ഈ കാറിനുള്ള പ്രശ്നം എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. ഫസ്റ്റ് ഓഫ് ഓൾ, ടൊയോട്ട റൂമിയോണിന്റെ സെയിൽസ് വോളിയത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഫെബ്രുവരി 2025 2099 കാറുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഒരു കമ്പാരിസണിൽ പറയുകയാണെങ്കിൽ അവരുടെ 50 ലക്ഷം രൂപയ്ക്ക് ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന ഫോർച്യൂണറിന്റെ സെയിൽസ് വോളിയം എന്ന് പറയുന്നത് 2876 കാറുകളാണ്. റൂമിയോണിന്റെ ഒറിജിനൽ മാരുതി വെർഷനായിട്ടുള്ള എർട്ടിക 14868 കാറുകൾ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതുവഴി തന്നെ ടൊയോട്ട റൂമിയോൺ എത്രമാത്രം കുറഞ്ഞ സെയിൽസ് ആണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടൊയോട്ട എന്ന ബ്രാൻഡിന്റെ കാറായിരുന്നിട്ടും ഇതൊരു എർട്ടികയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അറ്റ്ലീസ്റ്റ് ടൊയോട്ട എന്ന ബ്രാൻഡിന് കുറച്ചെങ്കിലും എഫേർട്ട് എടുത്തുകൊണ്ട് ഇന്റീരിയറിലോ ഇന്റീരിയർ ക്വാളിറ്റിയിലോ വ്യത്യാസം വരുത്താമായിരുന്നു. നിങ്ങൾക്ക് ഈ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാകും, ടൊയോട്ടയുടെ ലോഗോയോ ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു തരത്തിലുള്ള വ്യത്യാസവും എർട്ടികയിൽ നിന്നും റൂമിയോണിന് ഇല്ല എന്ന് തന്നെ എടുത്തു പറയാം. ഒരു ടൊയോട്ടയുടെ കാറിന് വേണ്ട ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് പോലും ഈ വാഹനത്തിനില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഇതൊരു ക്ലിയർ ആയിട്ടുള്ള മാരുതി കാറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇത് ടൊയോട്ടയുടെ ബാഡ്ജിംഗിൽ ഇറങ്ങുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ പ്രൈസും എർട്ടിഗയേക്കാൾ കൂടുതലാണ്. ഈ കാരണം കൊണ്ട് തന്നെ കിയ കാരൻസിന്റെ കൂടെയാണ് ഈ വാഹനം ഡയറക്റ്റ് ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. എന്നാൽ കിയ കാരൻസ് മച്ച് ബെറ്റർ ക്വാളിറ്റിയോട് കൂടിയാണ് വിൽപ്പന നടത്തുന്നത്. ഫീച്ചേഴ്സും കാരൻസിന് കൂടുതലാണ്. മാത്രമല്ല, ഡീസൽ വേരിയന്റും ടർബോ പെട്രോൾ വേരിയന്റും കിയ കാരൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിലുള്ള പ്രീമിയം കാർ എന്ന നിലയിൽ പലരും കിയ കാരൻസിനെ വാങ്ങുന്നു. എർട്ടിഗയുടെ മേജർ സെയിൽസ് വോളിയം ടാക്സി സെഗ്മെന്റിലാണ് പോകുന്നത്. ടാക്സി ബയേഴ്സും മാരുതി സുസുക്കിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതിന്റെ കാരണം തന്നെ മാരുതിയുടെ സെയിൽസ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് വളരെ വലുതാണ്. ബേസ് വേരിയന്റ് എന്നത് ടൊയോട്ട റൂമിയോണിനില്ല, മറിച്ച് അത് മാരുതി സുസുക്കി എർട്ടിഗയ്ക്ക് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സെയിൽസ് വോളിയം മാരുതി സുസുക്കി എർട്ടിഗയ്ക്ക് വന്നു ചേരുന്നു. പെട്രോൾ, CNG എന്ന രണ്ട് ഓപ്ഷനിൽ അവൈലബിൾ ആണ് എങ്കിലും അത്രമാത്രം പോപ്പുലർ ആക്കുന്ന അഡ്വർടൈസ്മെന്റോ മറ്റു ടൊയോട്ട കാറുകളെ പോലെ ബിൽഡ് ക്വാളിറ്റി ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ ടൊയോട്ട റൂമിയോൺ കുറഞ്ഞ സെയിൽസ് ഉള്ള കാറായിട്ട് മാറുന്നു. ടൊയോട്ട റൂമിയോണിനെ ഒരു റീബാഡ്ജ്ഡ് വെർഷനായിട്ട് വിൽപ്പന നടത്തിയിരുന്നാലും ഈ വാഹനത്തിന് ആവശ്യമുള്ള ഇന്റീരിയർ ക്വാളിറ്റിയോ ടൊയോട്ട എന്ന ബ്രാൻഡിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള സോളിഡ് മെറ്റീരിയൽ ക്വാളിറ്റി കൂടി കൊടുത്തിരുന്നു എങ്കിൽ റൂമിയോണിന് എർട്ടിഗയിൽ നിന്നും വ്യത്യാസം വന്നേനെ. അത് ചെയ്യാതെ വെറും റീബാഡ്ജ്ഡ് വെർഷനായിട്ട് മാത്രം വിൽപ്പന നടത്താനും പ്രൈസ് കൂട്ടി വിൽപ്പന നടത്താനും ടൊയോട്ട എന്ന ബ്രാൻഡ് ശ്രമിച്ചു. ടൊയോട്ട റൂമിയോണിനെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.